ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്. ആ ബോധ്യം ശരിക്കും മുജാഹിദുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ 100% സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വളരെ കൃത്യമായി ചതിപ്രയോഗങ്ങളിലൂടെ നേടിയെടുത്തിട്ടും 2012 മുതൽക്ക് ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് ജാമിയ അൽ ഹിന്ദ് പോലുള്ള വലിയൊരു സ്ഥാപനം, പീസ് റേഡിയോ പോലത്തെ സിസ്റ്റങ്ങൾ, അല്ലെ, 400-ലധികം പുതിയ പള്ളികൾ, ഓരോന്നും പ്രവർത്തകന്റെ കയ്യിൽ ഓഹരി വെച്ചുണ്ടാക്കിയത് ആദരണീയനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കുറിച്ച് അദ്ദേഹം അംർ ഇബ്നു ലുഹയ്യിന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ ഇതേ വ്യക്തികൾക്ക് സംവാദങ്ങളിൽ ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടാക്കി കൊടുത്തു. കോഴിക്കോട് പരിപാടിയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പ്രൂഫ് പോയിന്റിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ കയ്യിൽ നിന്ന് വിജ്ഞാനങ്ങൾ നുകർന്ന് പഠിച്ചുപോയ ആൾക്കാരാണ്.